ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്കിന്ന് കിട്ടിയിരിക്കുന്നത് ഒറ്റക്കൊമ്പനെയാണ്. അത് നമ്മുടെ നാട്ടിലെ വലിയ ഒറ്റക്കൊമ്പനെ. അപ്പോൾ ഞാൻ ആദ്യമേ പറയട്ടെ, എൻ്റെ സൗണ്ടൊക്കെ പോയിരിക്കുകയാണ്. അപ്പോൾ കുറേ ദിവസങ്ങളുകൊണ്ട് ഞാൻ ഇങ്ങനെ എൻ്റെ സൗണ്ട് റെഡിയാവുമെന്ന് വെച്ചിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യായിരുന്നു. പക്ഷേ റെഡിയാവുന്ന ലക്ഷണമൊന്നും കാണുന്നില്ല. അപ്പോൾ എന്തായാലും വോയിസുള്ള വീഡിയോ ഇടാമെന്ന് കരുതി. അപ്പോൾ നിങ്ങളൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ, സൗണ്ട് തീരെ ഇല്ല. അങ്ങനെ നമ്മുടെ വലിയ ഒറ്റക്കൊമ്പൻ്റെ ആ പുഴയിലേക്ക് ഇറങ്ങിയേക്കാണ്. പുഴ കിടക്കാനുള്ളൊരു പ്ലാനാണ് കേട്ടോ. അപ്പോൾ ആളൊന്നും ഒറ്റയ്ക്കല്ല, ആളുടെ കൂടെ വേറെ ആനകളുണ്ടായിരുന്നു. അവരൊക്കെ നേരത്തെ പുഴ കടന്ന് പോയി. ആൾ ലാസ്റ്റാട്ടോ വന്നേക്കുന്നത്. അപ്പോൾ ഇത് പുഴയുടെ സൈഡ് പിടിച്ച് അങ്ങനെ നടക്കുകയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ എടുത്തിട്ട് കുറേ ദിവസമായി. നമ്മുടെ ആനയ്ക്ക് മദപ്പാട് തുടങ്ങുന്നതിന് മുന്നെടുത്ത വീഡിയോ ആണ്. അപ്പോൾ ആളിപ്പോൾ മദപ്പാടൊക്കെ ആയതുകൊണ്ട് നമ്മുടെ നാട്ടിൽ നിന്ന് ഇപ്പോൾ മാറിക്കുകയാണ്. അപ്പോൾ ഇതുപോലെ പെൻഡിങ്ങിൽ വെച്ചേക്കുന്ന ഒത്തിരി വീഡിയോസ് ഉണ്ട്. നമ്മൾ ഈ ഒരു സൗണ്ടിൻ്റെ പ്രശ്നം കാരണം ഇടാത്തതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ആന അവിടെ നിന്ന് നടന്ന് പുഴ കിടക്കാനുള്ളൊരു പരിപാടിയാണ്. വെള്ളമൊന്നും തീരെ ഇല്ല. ഇപ്പോൾ വേനൽക്കാലമൊക്കെ ആയതുകൊണ്ട് പുഴയിലെ വെള്ളമൊക്കെ തീരെ കുറഞ്ഞു. അപ്പോൾ ആനകൾക്ക് ചില സ്ഥലങ്ങളിൽ മാത്രമാണ് ഇപ്പോൾ മുങ്ങി കുളിക്കാനുള്ള വെള്ളമുള്ളൂ. ബാക്കിയുള്ള സ്ഥലത്തൊക്കെ ഈ പാറക്കൂട്ടം, നമ്മുടെ ചാലക്കുടി പുഴയിൽ ഏറ്റവും കൂടുതൽ പാറക്കൂട്ടം ഉള്ളതുകൊണ്ട് അവർക്ക് ഈ ഒരു പാറയമേ കൂടെ നടന്നു വരാൻ ഈസി ആയിട്ട് കടന്നു വരാനായിട്ട് പറ്റും. അപ്പോൾ ഈ ആന അവിടെ എത്തിയപ്പോൾ തന്നെ നമ്മളിവിടെ ഇരിക്കുന്ന ഒരു ഇത് അവന് മനസ്സിലായെന്ന് തോന്നുന്നു. അപ്പോൾ അവിടെ നിന്ന് ശ്രദ്ധിക്കുന്നുണ്ട്. പക്ഷേ ആൾ കൂളായിട്ട് തന്നെ നടന്നു പോവാണ്. ആൾ ഇങ്ങടേക്കല്ല വരുന്നത്, അതിൽ കൂടെ നടന്ന് നേരെ തുരുത്തിൻ്റെ ഭാഗത്തേക്കാണ് നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ എടുക്കുന്നത് മാക്സിമം ഡിസ്റ്റൻസിൽ നിന്നിട്ട് തന്നെയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ആന ഇത്ര കൂളായിട്ട് നടന്നു പോകുന്നത്. നമ്മളൊരിക്കലും ആനയുടെ അടുത്ത് പോയിട്ട് നിന്നിട്ടല്ല വീഡിയോ എടുക്കുന്നത്, സൂം ചെയ്തിട്ടാണ് വീഡിയോ എടുക്കുന്നത്. ഈ ഒരു ഭാഗത്തേക്കൂടെ എന്ന് മാത്രമല്ല, ആനകളുള്ള ഏത് സ്ഥലത്ത് നിങ്ങൾ പോയാലും നമ്മുടെ സേഫ്റ്റി നോക്കിയതിന് ശേഷം മാത്രം ആനകളെ നോക്കി നിൽക്കാം. ആനകൾ റോഡിലുണ്ടെങ്കിൽ ഒരിക്കലും അതിൻ്റെ അടുത്തേക്ക് പോകാതിരിക്കുക കേട്ടോ. അവർ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആനകൾ മാറിപ്പോക്കോളും. നമ്മൾ പേടിച്ച് ഇങ്ങനെ ഒന്നും വരുത്താതിരിക്കുക. ഇപ്പോൾ ഒത്തിരി അപകടങ്ങൾ നമ്മുടെ വൈൽഡ് ആനിമൽസ് മൂലം സംഭവിക്കുന്നുണ്ട്. അത് മാത്രമല്ല, ഞാൻ എൻ്റെ എല്ലാ വീഡിയോസിലും പറയുന്ന മറ്റൊരു കാര്യമാണ് വൈൽഡ് ആനിമൽസിന് ഫീഡ് ചെയ്യരുതെന്നുള്ള കാര്യം, ഭക്ഷണം കൊടുക്കരുതെന്ന്. അത് എനിക്ക് പലപ്പോഴും കമൻറ്റ് വരാറുണ്ട്. ആനകളെ കാണുമ്പോൾ അങ്ങനെ ചെയ്തുകൂടെ ഇങ്ങനെ ചെയ്തുകൂടെ എന്നൊക്കെ ചോദിച്ചിട്ട്. ഇത് എനിക്കറിയില്ല നിങ്ങൾ എന്തുകൊണ്ടാണ് അങ്ങനെ കമൻറ്റ് ഇടുന്ന ഒരു റീസൺ എന്താണ്. നിങ്ങൾ ഒരിക്കലും വൈൽഡ് ആനിമൽസ്, അത് ആന ആയാലും വെറും ഒരു കുരങ്ങായാൽ പോലും നിങ്ങളതിനെ ഫീഡ് ചെയ്യാൻ നിൽക്കരുത്. ഫസ്റ്റ് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നിയമപരമായിട്ട് കുറ്റകരമാണ്. ആദ്യത്തെ ഒരു കാര്യം, നമ്മളത് പിടിക്കപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നല്ല ശിക്ഷ കിട്ടും. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവർക്ക് ഈ ഒരു തീറ്റ കൊടുക്കുന്നത് മൂലം ഇതിന് സ്വയം ആഹാരം തേടാനുള്ള ഒരു കഴിവാണ് നഷ്ടപ്പെടുന്നത്. നമ്മൾ പല ടൂറിസ്റ്റ് സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ ഈ കുരങ്ങുകൾ അവിടെ നിന്നിട്ടൊക്കെ കൈയൊക്കെ നീട്ടി നമ്മളെ കയ്യിൽ നിന്നുള്ള സാധനങ്ങൾ തട്ടിപ്പറിച്ച് മേടിക്കാൻ കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത്. അവിടെ വരുന്നവർ ഇതിന് ഈ ഫീഡ് ചെയ്ത് അതിനെ ശീലിപ്പിച്ചത് കൊണ്ടാണ്. അത് നമ്മുടെ കയ്യിൽ നിന്ന് വീണ്ടും വീണ്ടും ആഹാരം കിട്ടുമെന്ന പ്രതീക്ഷയിൽ അത് വീണ്ടും വീണ്ടും അവിടെ വരുന്നത്. അതുപോലെ തന്നെയാണ് ഈ ആനകളും. നമ്മളൊരിക്കലും അവർക്ക് ജനിച്ചപ്പോൾ തന്നെ അവർക്ക് സ്വയം ആഹാരം തേടാനുള്ള കഴിവ് ദൈവം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസവും നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഒരിക്കലും അങ്ങനെ ചെയ്യാതിരിക്കുക. അത് ആനയായാലും ശരി, ഒരു കുരങ്ങായാലും ശരി, നിങ്ങളുടെ കയ്യിലുള്ള ഫുഡ് അതിന് കൊടുക്കാതിരിക്കുക. ഇനിയിപ്പോൾ നമ്മുടെ നാട്ടിലായാലും ഏതെങ്കിലും വൈൽഡ് ആനിമൽസിന് എന്തെങ്കിലും ഹെൽപ്പോ കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് നോക്കിക്കോളും. അപ്പോൾ അങ്ങനെയുള്ള നമ്മൾ വെറുതെ ആവശ്യമില്ലാത്ത പണിക്കൊക്കെ പോകുന്നത്. അപ്പോൾ എനിക്ക് എപ്പോഴും വരുന്നൊരു കമൻറ്റാണ്. അപ്പോൾ നിങ്ങൾ ഇതുപോലുള്ള മണ്ടത്തരങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാതിരിക്കുക. സത്യം പറഞ്ഞാൽ നമുക്ക് ചില കമൻസൊക്കെ കാണുമ്പോൾ ദേഷ്യം വരും. നമുക്ക് ആനിമൽസിന് ഇഷ്ടമാണെന്ന് കരുതിയിട്ട് നമ്മൾ വളർത്തുന്നതൊന്നുമല്ലല്ലോ. ഇപ്പോൾ നമ്മൾ വീട്ടിൽ വളർത്തുന്ന മൃഗമൊന്നുമല്ലല്ലോ. അവരുടേതായ ഒരു സ്പേസ് നൽകി നമ്മൾ ദൂരെ നിന്ന് കണ്ട് ആസ്വദിക്കുക. അത്രയാണ് എനിക്ക് പറയാനുള്ളൂ. നമ്മുടെ സേഫ്റ്റി എപ്പോഴും നമ്മൾ നോക്കാം. അപ്പോൾ എന്തായാലും നമ്മുടെ ഒറ്റക്കൊമ്പൻ എന്താ പുഴയുടെ നടുക്കെത്തിയിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ, നടുക്കെത്തിയിട്ടും അധികം വെള്ളമൊന്നുമില്ല. ആന ദേ പുഴ കടന്ന് പോവാണ്. നേരെ തുരുത്തിലേക്കാട്ടോ ആന പോകുന്നത്. ഇനിയിപ്പോൾ ആ ഒരു സൈഡിൽ നിന്നാണ് വെയിലടിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ വിഷ്വൽസൊക്കെ ഇത്തിരി ക്ലാരിറ്റി കുറവായിരിക്കും. അവിടെ നിന്നാണല്ലോ വെയിലടിക്കുന്നത്. അപ്പോൾ ചെറുതായിട്ട് ഇത്രയും നേരം കിട്ടിയ ക്ലാരിറ്റി എന്തായാലും ഇനി ഉണ്ടാവില്ല. അപ്പോൾ ഈ പുഴ കടന്ന് ആശാന്ത പതുക്കെ നടുഭാഗത്തെത്തി. ആൾ ഭയങ്കര കൂളാണ് കേട്ടോ. നമ്മുടെ ഈ ഒരു ഒറ്റക്കൊമ്പൻ എപ്പോഴും ഭയങ്കര ഒരു ശാന്ത സ്വഭാവമുള്ള ഒരു ആനയാണ്. ശാന്ത സ്വഭാവം എന്ന് വെച്ചിട്ട് നമ്മളിതിൻ്റെ അടുത്തേക്ക് ചെല്ലണം എന്നൊന്നല്ല പറയുന്നത്. മറ്റുള്ള ആനകളെ അപേക്ഷിച്ച്, അതായത് മുറിവാലൻ, മഞ്ഞക്കൊമ്പൻ എന്നിങ്ങനെയുള്ള ആനകളെയൊക്കെ അപേക്ഷിച്ച് നമ്മുടെ ഈ ഒരു ആന വലിയ കൂളാണ്. പെട്ടെന്ന് ആളുകളെയൊക്കെ കണ്ടാലും ഓടി വരുമൊന്നുമില്ല. പക്ഷെ നമ്മുടെ മുറിവാലനൊക്കെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൂരെ നിന്ന് ആളെ കണ്ടാലും ഒന്ന് പേടിപ്പിക്കും നമ്മളെ. പക്ഷെ ഇവൻ അങ്ങനെയൊന്നുമല്ല. ഇവൻ്റെ കാര്യം നോക്കി അങ്ങോട്ട് പോകും. ഏതൊരാനയിലും അതിൻ്റെ അടുത്തേക്ക് നമ്മൾ ചെല്ലണമെന്ന് കണ്ടു കഴിഞ്ഞാൽ അത് നമ്മളെ ഉപദ്രവിക്കാനായിട്ട് ശ്രമിക്കും. ഞാൻ എൻ്റെ എല്ലാ വീഡിയോയിലും ഈ ഒരു കാര്യം പറയുന്നത് വേറൊന്നും കൊണ്ടല്ല.
എത്രയൊക്കെ പറഞ്ഞാലും ആളുകൾ ചെയ്യുന്നത് സെയിം കാര്യം തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നവരെങ്കിലും ഇതൊക്കെ ശ്രദ്ധിക്കുന്നു ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും അത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ. നമ്മുടെ ഒറ്റക്കൊമ്പൻ പുഴ കടന്ന് തുരുത്തെത്താറായിട്ടുണ്ട്. ഇനിയിപ്പോൾ അവൻ അവിടെ നിന്ന് തുരുത്ത് കഴിഞ്ഞ് അങ്ങ് കയറി പോകത്തേ ഉള്ളൂ. അപ്പോൾ വീഡിയോൻ്റെ വിഷ്വലൊക്കെ ക്ലാരിറ്റി കുറഞ്ഞു തുടങ്ങി, കാരണം അവിടെ നിന്നാണ് സൂര്യൻ അടിക്കുന്നത്. അപ്പോൾ അത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും ബൈ.